വളരെ പരിമിതമായ സ്ഥലത്ത് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന കേരളത്തിലെ ടോപ്പ് നിയോജക മണ്ഡലം തിരുവനന്തപുരം. ജനസാന്ദ്രത കൂടുതലായതുകൊണ്ട് തന്നെ ഓരോ മണിക്കൂറിൽ അവിടെ നടക്കുന്ന കാര്യങ്ങളും അതിന് സൗകര്യങ്ങളായാലും പരിമിതികളായാലും ഭരണ മികവിന്റെ അളവുകോലായി വോട്ടർമാർ കണക്കാക്കപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ് തിരുവനന്തപുരം. വെള്ളക്കെട്ട് ഒഴിഞ്ഞു പോകാത്ത ജംഗ്ഷനുകളും മാലിന്യ കൂമ്പാരങ്ങൾ സ്ഥിര കാഴ്ചയാകുന്ന പ്രദേശങ്ങളും ഗതാഗതക്കുരുക്കിന് യാതൊരു കുറവുമില്ലാത്ത മേഖലകളും ഒക്കെ അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം മണ്ഡലത്തിൽ വോട്ടർമാർക്കിടയിൽ വലിയ ചർച്ചയാകാറുമുണ്ട്. ഇനി തെരഞ്ഞെടുപ്പിൽ 2021 കാര്യം നോക്കിയാൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച ജനാധിപത്യ കേരള കോൺഗ്രസിലെ ആന്റണി രാജു ആയിരുന്നു അവിടെ വിജയിച്ചത്. എന്നാൽ ഈ വർഷം അവിടുത്തെ രാഷ്ട്രീയ ചരിത്രം മാറിമറിയുന്ന കാഴ്ചയാണ് ഇലക്ഷൻ കാലത്ത് നമ്മൾ കണ്ടത്. ആന്റണി രാജുവിന് പകരം സ്ഥാനാർത്ഥിയായി സുധീർ കരമനയെ കണ്ടെത്തിയെങ്കിലും അതിന് ഏറെ സമയമെടുത്തത് റിസൾട്ടിൽ പ്രതിഫലിക്കുമോ എന്നാണ് ചർച്ച. CMP നേതാവ് CP ജോൺ സജീവ സാന്നിധ്യമായി മാറിയത് UDF അനുകൂലമാകുമെന്നും ഒരു നാട്ടുവർത്തമാനമുണ്ട്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF ഒന്നാമതെത്തിയത് ആ പ്രതീക്ഷയ്ക്ക് ആക്കം കൂട്ടുന്നുമുണ്ട്. കരമന ജയനാണ് ഇത്തവണ അവിടുത്തെ BJP സ്ഥാനാർത്ഥി. BJPക്ക് സ്വാധീനമുള്ള നഗര കേന്ദ്രങ്ങളിൽ പരമാവധി വോട്ടുകൾ പോൾ ചെയ്തതും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് 2ാം സ്ഥാനം ലഭിച്ചതും ഇത്തവണ മണ്ഡലം പിടിച്ചെടുക്കാൻ സാധിക്കുമെന്നുള്ള വിശ്വാസത്തിൽ BJPയെ ശക്തമാക്കി നിലനിർത്തുന്നതിൽ പ്രധാനപ്പെട്ട ചില കാരണങ്ങളായിട്ടുണ്ട്. മണ്ഡലങ്ങളിലൂടെ സപ്പോർട്ടഡ് ബൈ ഡീൽ പ്രൈസ്.